ഈ 5 കാര്യങ്ങൾ നിർത്തിയപ്പോൾ എൻ്റെ ആരോഗ്യം തൽക്ഷണം വർദ്ധിച്ചു. നിങ്ങൾക്കും അങ്ങനെയാകാം. എപ്പോഴെങ്കിലും നിങ്ങൾ എല്ലാം ശരിയായി ചെയ്യുന്നുവെന്ന് തോന്നിയിട്ടുണ്ടോ? ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, സ്മൂത്തി, ശാസ്ത്രജ്ഞനെ പോലെ ചീര കലർത്തി കഴിക്കുക. എന്നിട്ടും ഒരുതരം വിഷമം തോന്നുന്നുണ്ടോ? അതുപോലെ ക്ഷീണം തോന്നുന്നു, മനസ്സിലാകെ മൂടൽമഞ്ഞ്, അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായി. അങ്ങനെ വന്യമായി എന്തെങ്കിലും ചെയ്ത് കഠിനമായി ശ്രമിക്കുന്നത് ഞാൻ നിർത്തി. ആരോഗ്യകരമായ ശീലങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ചിലത് ഉപേക്ഷിക്കാൻ തുടങ്ങി. ഇതാ ഞാൻ നിർത്തിയത് 5 കാര്യങ്ങൾ. അവ എനിക്ക് വേണ്ടി നിശബ്ദമായി എല്ലാം മാറ്റിമറിച്ചു. ഒരു ആരോഗ്യരാജ്ഞിയെപ്പോലെ ഞാൻ പച്ച സ്മൂത്തികൾ കഴിക്കുകയായിരുന്നു. പക്ഷേ തണുത്തതും വേഗതയേറിയതുമായ പഴങ്ങൾ അടങ്ങിയ സ്മൂത്തികൾ രക്തത്തിലെ പഞ്ചസാര വർദ്ധിപ്പിക്കുകയും ദഹനത്തെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പകരം ഞാൻ എന്താണ് ചെയ്തത്? അവയെ മുറിയിലെ താപനിലയിലാക്കി മാറ്റി. പതുക്കെ ചവച്ചു. അതേ, ദ്രാവകം പോലും ചവച്ചു കഴിച്ചു. അത് സന്തുലിതമാക്കാൻ കൊഴുപ്പും പ്രോട്ടീനും ചേർത്തു. അവ പൂർണ്ണ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് നിർത്തി. ഇനി രാവിലെ 11 മണിക്ക് ഊർജം കുറയുന്നില്ല. ഞാൻ വെറുതെ തിരക്കിലാണ് എന്ന് ഞാൻ കരുതി. പക്ഷേ വിട്ടുമാറാത്ത സമ്മർദ്ദം എൻ്റെ ഹോർമോണുകളെയും ഉറക്കത്തെയും ആഗ്രഹങ്ങളെയും തകർക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രെസ്സിനെ മഹത്വപ്പെടുത്തുന്നത് നിർത്തി. ഒരു ദിവസം 5 മിനിറ്റ് ധ്യാനിച്ചു. സ്ക്രീനുകൾ ഇല്ലാതെ ഭക്ഷണം കഴിച്ചു. രാത്രി 9 മണിക്ക് ശേഷം എൻ്റെ ഫോൺ ഓഫാക്കി. ഉറക്കം മെച്ചപ്പെട്ടു. ദഹനം ശാന്തമായി. എനിക്ക് വീണ്ടും മനുഷ്യനെ പോലെ തോന്നി. ആ ഫാൻറ്റസി പ്രോട്ടീൻ ബാറുകളും ഗ്രനോള ഭക്ഷണങ്ങളും, അതെ, അവർ എന്നെ കബളിപ്പിച്ചു. മറിഞ്ഞിരിക്കുന്ന എണ്ണ, വ്യാജ എണ്ണകൾ. എപ്പോഴും എനിക്ക് വിശപ്പ് കൂടുതലായിരുന്നു. യഥാർത്ഥ ലഘുഭക്ഷണങ്ങൾക്കായി ഞാൻ അവ ഉപേക്ഷിച്ചു. വേവിച്ച മുട്ട, നട്ട്സ്, നട്ട് ബട്ടർ ചേർത്ത പഴങ്ങൾ. പിന്നെ എന്താണെന്ന് ഊഹിക്കാമോ? എൻ്റെ ആഗ്രഹങ്ങൾ തണുത്തു. എൻ്റെ ഊർജം സ്ഥിരമായി തുടർന്നു. മാജിക്കല്ല, വെറും യഥാർത്ഥ ഭക്ഷണം. രാത്രി വൈകിയുള്ള സ്ക്രോളിംഗ് സ്വയം പരിചരണം പോലെയായിരുന്നു തോന്നിയിരുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് നിശബ്ദമായ അട്ടിമറിയായിരുന്നു. ഇപ്പോൾ ഞാൻ ചായയും പുസ്തകവും ഉപയോഗിച്ച് വിശ്രമിക്കും. എൻ്റെ ഉറക്കം ട്രാക്ക് ചെയ്യും. എൻ്റെ ചർമ്മം, മാനസികാവസ്ഥ, തലച്ചോറ് എല്ലാവരും നന്ദി പറഞ്ഞു. താരതമ്യം തന്ത്രപരമാണ്. ഞാൻ നിരന്തരം ഭക്ഷണക്രമങ്ങൾ മാറ്റുകയായിരുന്നു. പിന്നിൽ പോലെ തോന്നി. സത്യസന്ധമായി ക്ഷീണിതനായി. ഞാൻ ഫോളോ ഓൺ ചെയ്തു, ട്യൂൺ ചെയ്തു. ഭക്ഷണം കഴിച്ചതിനു ശേഷം എനിക്ക് എങ്ങനെ തോന്നിയെന്ന് ജേണൽ ചെയ്തു. മോശം ദിവസങ്ങളിൽ എനിക്ക് സ്വയം കൃപ തോന്നി. എന്നോട് തന്നെ ചോദിച്ചു, ഇത് സജീവമായി തോന്നുന്നുണ്ടോ? അതോ ഇൻസ്റ്റാഗ്രാം അംഗീകരിച്ചതാണോ? ഏറ്റവും വലിയ ഫലം സ്വാതന്ത്ര്യം. ആരോഗ്യകരമായ തോന്നിയാലും തെറ്റായ കാര്യങ്ങൾ ഞാൻ നിർത്തി. അപ്പോൾ നിങ്ങൾ കുടുങ്ങിപ്പോയാലോ, ക്ഷീണിതനായാലോ, അല്ലെങ്കിൽ അമിതഭാരത്തിലായാലും ഞാൻ മറ്റെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കരുത്. ഞാൻ എന്ത് നിർത്തണം എന്ന് ചോദിക്കുക. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റിലിടുക. നമുക്ക് വളരാം. കൂടുതൽ ഫിറ്റ്നസ് മാത്രമല്ല, കൂടുതൽ സ്വതന്ത്രമായി ഒരുമിച്ച് മുന്നേറാം. കാരണം യഥാർത്ഥ ആരോഗ്യം ഒരു പ്രവണതയല്ല, അത് സന്തുലിതാവസ്ഥയാണ്. ചിലപ്പോൾ അത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. If you love to watch this video, you can like, share and subscribe.